അതെ, അതിസാഹസികമായിട്ട് ഞങ്ങൾ വേപ്പില പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ്. വീഴെടുത്തിട്ടാ ഞാൻ പൊട്ടിക്കാം. നല്ല വലിയ ഓക്കെ, അടുത്തോട് പൊട്ടിക്ക്. വേപ്പില പൊട്ടിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് പ്രിപ്പറേഷനാണ്. അതായത് കുറേ നാളായി ഇവർ എൻ്റെ അടുത്ത് കിഴിപ്പൊറോട്ട ഉണ്ടാക്കണം എന്ന് പറയണം. ബീഫാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്, പക്ഷെ എന്തോ ഇന്നത് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ചിക്കൻ കിഴിപ്പൊറോട്ട ആക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു, ഇനി ഉരുളി വെക്കാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോകാം. ചൂടായ സൺഫ്ലവർ ഓയിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, സവോള കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് ചുവന്ന് വരുന്ന വരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം, അല്ലെങ്കിൽ തുറന്നായാലും വേവിയാൽ കുഴപ്പമില്ല. ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പോൾ ഓക്കെ. സവോള ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ചേർക്കണം. അപ്പോൾ അതിനായിട്ട് 1.5 സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂൺ ഗരം മസാല, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതാണ് നമ്മൾ മസാലകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മസാല ഒക്കെ എന്താണ് ഈ ചെറിയ ചൂടിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. ഒറ്റ തക്കാളിയുടെ ആവശ്യം നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതെ, മസാല നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പില ഇടണം, അതുപോലെ തന്നെ കുരുമുളക് പൊടി പൊടിച്ച് ചേർക്കണം. നമുക്കിതിലോട്ട് ലേശം ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 പൊടിയാണ്. ഇനി അല്പം ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ചിക്കൻ നല്ലോണം നമുക്ക് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് കറി ചേർക്കാനുള്ള കുരുമുളക് അടിച്ച് പൊടിച്ച് ചതച്ചെടുക്കണം. അപ്പോൾ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ശരിക്ക് വറ്റിച്ചെടുക്കണം. നല്ല മണം വരുന്നുണ്ട്. വറ്റിച്ച് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് കിഴിപ്പൊറോട്ട റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ പറയുക, കിഴിക്കുള്ള വാഴല നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. എല്ലാം വെട്ടിയുടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തായി അവസ്ഥ എന്നുള്ളത്. അപ്പോൾ കറി ഏകദേശം അല്ല, നല്ല പോലെ വെന്തിട്ടുമുണ്ട്.
അതുപോലെ വറ്റിയിട്ട് കൊടുക്കുക. വറ്റിയിട്ടുമുണ്ട്. കുറച്ച് വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുക. അതുപോലെ ഇച്ചിരി കുരുമുളക് കൂടി മേളിക്കൂടെ മീൻ പൊടിക്കിട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആവട്ടെ. കറി സെറ്റായാലും ഇനി നമുക്ക് കിഴി കേട്ടോ കേട്ടോ. അപ്പോൾ വാട്ടി വെച്ച വാഴയിലോട്ട് ഒരേ പൊറോട്ട വെക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറി വിളമ്പ. ഇനി അതിന് മേലെ അടുത്ത ലെയർ വെച്ചിട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ താല്പര്യം പോലെ സവോളൊക്കെ ഇട്ട് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് വരുത്താവുന്നുള്ളൂ കേട്ടോ. സവോളയോ മല്ലിയിലയോ അങ്ങനെ എന്ത് വേണം ചെയ്യാം. ഇത് വേണമെങ്കിൽ നമ്മുടെ താല്പര്യം പോലെ ലെയറിൻ്റെ എണ്ണം കൂട്ടുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ. 3, 4, 5 അങ്ങനെ എത്ര വേണമെങ്കിലും ലെയർ നമ്മുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാൻ ഏതായാലും കുറച്ച് സവോളയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കിഴി കെട്ടാം. അപ്പോൾ ഇതുപോലെ നല്ലോണം കിഴി വാഴനാരൊക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടി മുറുക്കി ടൈറ്റാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തായാലും വെച്ചിട്ട് കെട്ടിയാൽ മതി. ഞങ്ങളങ്ങനെ രണ്ടാമത്തെ കിഴിയും സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഇഡലി ചെമ്പ് നല്ല ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കിഴി ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി സെറ്റാക്കി എടുക്കാം. നല്ലോണം സ്റ്റീം ആവട്ടെ. അപ്പോൾ ഞാൻ ഏറ്റ ദൗത്യം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി കിഴി തുറക്കുന്ന രംഗമാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, തുറക്കൂ. നമ്മുടെ കിഴി പൊറോട്ട റെഡിയാക്കി തന്നിട്ടിട്ടാ. അപ്പം ഞാൻ കാക്കനെ ഫസ്റ്റ് തരാം. കഴിച്ചു നോക്കിട്ടാ. എടുത്തെടുത്ത് നോക്കട്ടെ. നമ്മളെ ആവിയൊക്കെ ഏകദേശം കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കിയാൽ മാത്രം മതി. കൊള്ളാം. എന്ത് കഴിച്ചോട്ടെ. അടിപൊളിയായിരുന്നു. ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് പൊറോട്ട. നമ്മുടെ വാവ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്. സിമ്പിൾ പരിപാടിയാണ്. കണ്ടല്ലോ, ഒരു ഗംഭീര ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ബീഫിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ചിക്കനാണ് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഫിൽ വല്ലാണ്ട് നെയ്യൊക്കെ കൂടിയിട്ട് എന്തോ ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടാണ്ടാവും. നെയ്യ് വല്ലാണ്ടായിട്ട് ഇങ്ങനെ കയറി നിൽക്കും ടേസ്റ്റ്. ചിക്കൻ അടിപൊളി, ഒരു രക്ഷയില്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ.